അസ്സലാമലൈക്കും. ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ ബേബി മൂണാണ് കേട്ടോ. അതായത് ബേബി മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ വന്നൊരു ചെറിയൊരു ട്രെൻഡാണ്. അതായത് നമ്മള് ഹണിമൂൺ പോലൊക്കെ തന്നെയാണ്. നമ്മള് ബേബി വരുന്നതിന് മുന്നേ എവിടേക്കെങ്കിലും ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ ആ ഒരു ടൈമിലേക്ക് പോകാൻ നമ്മള് കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ചില സാഹചര്യം മൂലം പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇന്നാണ് പോകണുള്ളത് കേട്ടോ. പെരിന്തൽമണ്ണയുള്ള എക്സൈറ്റ് ആണ് പറഞ്ഞ റിസോർട്ടിലേക്കാണ് പോകുന്നുള്ളത്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണ പോലെ തന്നെ ഇതും കുറച്ച് സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ട് ചെയ്യണുള്ളത്. അതുപോലെ ഞങ്ങള് മോം ടു ബി കാര്യങ്ങളൊന്നും ചെയ്യണില്ല, പകരം ബേബി മൂണാണ് ആക്കിയത് കേട്ടോ. മോം ടു ബി ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊന്നും ബേബി ഷവർ ഒന്നും ചെയ്യണില്ല, ബേബി മൂണ് മാത്രമാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നു, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ലൊക്കേഷനിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മളെ EMS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് അപ്പോഴാണ് നമ്മൾ നല്ല പാലടന്റെ ഒരു ഷോപ്പ് ഉണ്ട്. ഇതാണ് എന്റെ പഞ്ചാര കുഞ്ചു കെട്ടിയാണ്. മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കെട്ടിയന്റെ ഒപ്പം കൂടി ഞാനിപ്പോ കുറച്ചൊക്കെ മധുരം കുടിക്കലും കഴിക്കലൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പൊ പെരിന്തൽമണ്ണക്കാരൊക്കെ നമ്മളെ വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. എന്തായാലും നമ്മള് നേരെ നമ്മള് റിസോർട്ടിലേക്കാണ് പോകുന്നത്. കൊടിക്കുത്തിമലയ്ക്ക് പോകുന്ന ആ ഒരു സെയിം റോഡിൽ തന്നെയാണ് പോവാനുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു ചുരം കയറുന്ന പോലെയാണ് നമ്മുടെ റോഡൊക്കെ ഉള്ളത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചിട്ടാണ് ഗ്രേപ്പ് ആകുന്നല്ലേ. റൂം കാണാൻ നമ്മളത് ക്ലൗഡ് ബെഡ് ആണ് കേട്ടോ. എവിടെ പേരിത് എവിടെ നമ്മള് ക്ലൗഡ് ബെഡ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് റൂം വരുന്നത്. ഇതാണ് നമ്മള് ചൂസ് ചെയ്തിട്ടുള്ള ഫുൾ വുഡിലാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് അല്ലേ. പുറത്ത് നല്ല പാട്ടാണ്. അതാണ് ഡോറ് ക്ലോസ് ചെയ്ത് അവിടെ ഒരു ലോങ് മിറർ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞതാ ഇതുപോലൊരു ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കെറ്റിൽ അവൈലബിൾ ആണ് കണ്ടോ. നമുക്ക് ടീ ഓർ കോഫി ഒക്കെ ഉണ്ടാക്കാം അല്ലേ. ആൻഡ് ഇതാണ് ബാത്റൂം വരുന്നുള്ളത് കേട്ടോ. മേലെ കണ്ടോ, ഇതാണ് ക്ലൗഡ് ബെഡ് പറയാൻ കാരണം തോന്നുന്നു. മേലെ ഫുള്ള് നമുക്ക് ആകാശമാണ് ഗൈസ്. ഗ്ലാസ് ആണ്. ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ആകാശം കണ്ട് കിടക്കാം. പിന്നെ ഇതാ ഈ ഒരു കർട്ടൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അടിപൊളി നല്ല വ്യൂ ആണ് ഇവിടെ ഫ്രണ്ടിലുള്ളത്. നമ്മള് ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർ ഓപ്പൺ ചെയ്താല് പിന്നെയുള്ള വ്യൂ ഇതാണ്. നമ്മുടെ റൂമിൽ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണ് ഇത്. നല്ലൊരു പീസ്ഫുൾ മൈൻഡായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ചായ എത്തിയിട്ടുണ്ട് കേട്ടോ, ടീ ആൻഡ് സ്നാക്സ് എത്തിയിട്ടുണ്ട്. നല്ല ചൂട് വട അല്ലേ, ചട്നി. യെസ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചട്നിയിൽ മുക്കിയിട്ട് നല്ല നല്ല ക്രിസ്പി ചട്നി ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. 2 പ്ലേറ്റ് കൂടി പറയേണ്ടി വരും കാണുന്നുള്ളത്. അപ്പൊ നമുക്ക് നല്ല ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ബേബി മൂണാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ബേബി മൂണിന്റെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ഗ്രേപ്പ് ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബേബി മൂൺ ഓഫ് നിഹ്ലാജ് കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് തുറന്ന് നോക്കാട്ടോ. കുറേ നേരമായില്ലേ നമ്മൾ ഇരിക്കണ വെച്ചിട്ട്. എൻ്റെ ഫേവറേറ്റ് ഇന്നലെ ഉപ്പച്ചി ഉണ്ടാക്കി തന്ന സാധനം അല്ലേ? അതെ. ഇതെന്താ ചപ്പാത്തി? ഈ ചപ്പാത്തി പറഞ്ഞേക്കണേ അതിൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഇത് ഓ മൈ ഗോഡ്, ഫ്രൈഡ് ഫ്രൈഡ് റൈസ്. റൈസ്. എൻ്റെ ഫേവറേറ്റ് ഒക്കെ ആയില്ലേ? കുറേ ഞാൻ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും കഴിച്ചിട്ട് പ്രഗ്നൻ്റ് ആയതിനു ശേഷം അല്ലേ? അതെ, കുറേ ഇപ്പോൾ ഹോട്ടലിൽ ചെന്നാലൊന്നും അല്ലെങ്കിൽ ഒന്നും ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ, ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ. പറയല്. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പുറത്ത് ഫുഡ് കുറച്ചതുകൊണ്ട് എന്തോ ഞാനിത് ഈ 2 കോംബോ ഞാൻ ഓർഡർ ചെയ്യലില്ല. എന്തെങ്കിലും സിമ്പിളായിട്ട് പറയലുള്ളൂ, അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ. പതുക്കെ ആക്രാന്ത് വേണ്ട. അപ്പൊ ഇനി കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വയറൊക്കെ നിറഞ്ഞില്ലേ? അൽഹംദുലില്ലാ, നല്ല ഫുഡ്. അപ്പൊ ഇനി ബാക്കി നമ്മള് ഇതിന്റെ ഫുൾ നമുക്ക് റിസോർട്ട് നമ്മള് പല ടൈപ്പ് റൂംസ് ഒക്കെ ഉണ്ട്. അതും പിന്നെ ഇവിടെ ഇൻഫിനിറ്റി പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈക്ലിംഗ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഒക്കെ നമുക്ക് നാളെ കാണാം. അപ്പൊ നാളത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ ആയിരുന്നു കേട്ടോ. ഞാൻ പുട്ടാണ് കഴിച്ചത്, അതുപോലെ നല്ല ചെറുപയർ കറിയൊക്കെ ഉണ്ടായിരുന്നു. അജു പൂരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മളൊരു ബോയിൽഡ് എഗും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസ്. അപ്പോൾ ഇതാ നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പോൾ ഇനി ലഗേജ് കാര്യങ്ങൾ കൊടുക്കും. പിന്നെ ഒന്നും ഇന്നലെ കാണിക്കാൻ പറ്റിയില്ലല്ലോ നമുക്കിവിടെ പുറത്തത്തെ കാര്യങ്ങളൊന്നും. അപ്പോൾ അതാ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഒരു ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാനേജർ വിനയ് കേട്ടോ. നമുക്ക് എല്ലാ ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ആളാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇന്നലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് ഫുൾ ഹെൽപ്പ് ചെയ്ത ആളാണ് കേട്ടോ. പിന്നെ ആള് ഭയങ്കര പേര് പോലെ ഭയങ്കര വിനയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കിഡ്സിന്. നമുക്ക് ഇന്നലെ കറക്റ്റ് കാണിച്ചു തരാൻ പറ്റില്ല, നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും അധികം കാണിക്കാൻ പറ്റില്ല. ഇതിവിടെ ഓഫ് റോഡിന് പോകാനുള്ളതാ. ഇതാ ഇവിടെ ഒരു ജീപ്പ് ഉണ്ട്, അത് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണല്ലോ നമ്മള്. ഈ ഓഫ് റോഡിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജീപ്പിൽ ഡ്രൈവ് ഉണ്ടാവും. പിന്നെ അതുപോലെ സൈക്ലിംഗ് ഉണ്ട് അല്ലേ? അതെ, സൈക്ലിംഗ് ഉണ്ട്. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ടാസ്ക് എടുക്കുന്നുണ്ടല്ലേ. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇതാ ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് കണ്ടോ. അവിടെ ആണെങ്കിൽ നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റേജ് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. അതുപോലെ ഇവിടെ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നടത്താന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേജ് വരുന്നുണ്ട്, റിസപ്ഷൻസ് ഒക്കെ നടത്താം. അതുപോലെ ഉണ്ട് വലിയൊരു ഊഞ്ഞാലുണ്ട് താഴെ. അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല വ്യൂ കണ്ടിട്ട് നമുക്ക് സ്വിം ചെയ്യാൻ പറ്റിയ ഏരിയ. പിന്നെ കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇപ്പം നമ്മൾ ഈ പൂളിൻ്റെ അടുത്തായിട്ട് തന്നെ കണ്ടോ കുറച്ച് ലവ് ബേർഡ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ക്യാരം ബോർഡും അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് എന്താ പറയുക ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്യാരം ചെസ്സും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച്. അപ്പോൾ കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഇത് സ്റ്റെപ്പ് കയറാനുണ്ട്. ഇതാണ് സനംഷെ, ഒരു ഗ്ലാസ് കോട്ടേജ് ആണ് കേട്ടോ. നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടേജ് ആണ് സനംഷെ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ റെഡ് ട്രീറ്റ് ആണ് കേട്ടോ. എല്ലാ കോട്ടേജിൽ നിന്നും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വ്യൂവും അതുപോലത്തെ ഒരു ബാൽക്കണി ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ലക്സ്യൂട്ട് ആണ്. ഇവിടുത്തെ എല്ലാ കോട്ടേജും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫാമിലീസിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മളെ ബേബി ബോണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളിനി നേരെ ഇന്ന വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അജുൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും അല്ലേ? അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പൊ അതുവരെ ബൈ.